വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൾക്കിങ്ങിനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 50 കിലോഗ്രാം ആയിരുന്നു എൻ്റെ വെയിറ്റ് ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ. അപ്പോൾ ഈ 50 കിലോ, അതായത് വളരെ ലീനായിട്ട് സ്കിന്നി ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെ സ്കിന്നി ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ബൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം എനിക്കൊരു 2 വർഷത്തിന് മുകളിൽ സമയം എനിക്ക് എടുത്തു. അപ്പം ആ ബൾക്ക് ചെയ്ത് ഒരു 70 കിലോയിലേക്ക് എത്തിക്കാനായിട്ട് ഏകദേശം ഒരു കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു പീരീഡ് എനിക്ക് എടുത്തു. അപ്പോൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ബൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ലീനായിട്ട് ബൾക്ക് ചെയ്യാം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്, നമ്മുടെ കൂടെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഗൈസ്, നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആദ്യത്തെ പ്രോബ്ലം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മര്യാദയ്ക്ക് കഴിക്കുന്നില്ല. നമ്മൾ ശരിക്കും ഫുഡ് നമുക്ക് ആവശ്യമുള്ള അത്ര മാക്രോസ് അതൊന്നും നമുക്ക് കഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. മൈ ഫിറ്റ്നസ് പാൽ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അണ്ടർ ആർമറിൻ്റെയൊക്കെ ഇതിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിംഗ് എല്ലാം ഉള്ള സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി അതുപോലെ നമ്മുടെ ഹൈറ്റ് അതുപോലെ വെയിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ടിങ്ങിനും ഗെയിനിങ്ങിനും ഒക്കെ നമുക്ക് എന്തോരം കലോറിയാണ് ഒരു ദിവസം ആവശ്യമുള്ളതെന്നുള്ളത് ഈ ആപ്ലിക്കേഷൻ തന്നെ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഓരോ മീലിലും നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ രാവിലെ കഴിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കറിയൊക്കെ ആണെങ്കിൽ അത് നമ്മൾ എഴുതി കൊടുക്കുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് എന്തോരം കലോറി വന്നിട്ടുണ്ടെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഉച്ചയ്ക്കും വൈകുന്നേരം എന്തോരം ഫുഡ് നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതെല്ലാം അതിൻ്റെ അകത്ത് ലിസ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു ദിവസം എന്തോരം ഫുഡ് ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് നമുക്ക് അത് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഫ്രണ്ട്സ്, അടുത്ത ഒരു കാര്യം നമ്മൾ പറയാൻ പോകുന്നത് ഓവർ ഡിപ്പെൻഡൻറ്റ് ഓൺ മാസ് ഗെയിനേഴ്സ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസ് ഗെയിനർ മേടിക്കുന്നു. മാസ് ഗെയിനർ മേടിച്ച് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും രാവിലെ അത് കഴിക്കുന്നു. ആ മാസ് ഗെയിനർ കഴിച്ചതിന് ശേഷം അന്ന് വൈകിട്ട് വരെ നമ്മൾ പ്രത്യേകിച്ചൊന്നും കഴിക്കുന്നില്ല. എക്സ്ട്രാ ഫുഡിലൂടെ നമ്മൾ ഡയറ്റിലൂടെ നമ്മളൊന്നും നമ്മുടെ ബോഡിയിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ രാത്രി എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് ചോറോ കുറച്ച് കറിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നു. ഇല്ല, രാത്രി ചിലപ്പോൾ ഒരു പക്ഷേ മാസ് ഗെയിനർ അതിൻ്റെ കൂടെ കഴിക്കുന്നു. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, ഇതിനകത്ത് ഒത്തിരി കലോറിയുള്ള സാധനമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒത്തിരി കലോറീസ് ഇതിനകത്ത് കിട്ടുന്നു. പക്ഷേ ഒരു ആവറേജ് മാസ് ഗെയിനറിൻ്റെ ഒരു സെർവിങ്ങിനകത്ത് നമുക്ക് കിട്ടുന്ന ഏകദേശം ഒരു 600 മുതൽ 700 കലോറീസ് വരെ നമുക്ക് ഒരു ആവറേജ് സെർവിങ്ങിനകത്ത് നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നല്ല മെറ്റബോളിസം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ 3000 കലോറീസ് നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. അപ്പോൾ ഈ മാസ് ഗെയിനർ മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും വെയിറ്റ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് ഈ 3000 കലോറീസ് ഒക്കെ എത്തിക്കണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഫുഡും കൂടെ ആഡ് ചെയ്യണം. മാസ് ഗെയിനർ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും ജസ്റ്റ് ഒരു ആഡ് ഓൺ ആണ്. നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മാസ് ഗെയിനറും കൂടെ എക്സ്ട്രാ കൊടുത്തു കഴിയുമ്പോൾ അത്രയും സർപ്ലസ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. കാരണം നിങ്ങളൊരു ഡ്രിങ്ക് ആയിട്ട് കുടിക്കുകയാണല്ലോ. പക്ഷേ ഞങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും മാസ് ഗെയിനേഴ്സ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേ പ്രോട്ടീൻ മാത്രം മേടിച്ചാൽ മതി. വേ പ്രോട്ടീൻ മേടിക്കുക, വീട്ടിലൊരു മാസ് ഗെയിനർ ഉണ്ടാക്കുക. ഒരു ബൾക്കിംഗ് ഷേക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളത് ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം അതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്, ഡോണ്ട് ഓവർ ഡിപ്പെൻഡൻറ്റ് ഓൺ മാസ് ഗെയിനേഴ്സ്. ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതനുസരിച്ച് തന്നെ നമുക്ക് ഫാറ്റും ഗെയിൻ ചെയ്യും എന്നുള്ള ഒരു പോയിന്റ്, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം വിചാരിക്കും നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മസിൽ മാസ് മാത്രമേ കയറത്തുള്ളൂ. പക്ഷേ അങ്ങനെ ഒരിക്കലും അല്ല, നമുക്ക് ഫാറ്റ് ഒരുപാട് കയറും. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ്, എത്ര പെട്ടെന്നാണ് നമ്മൾ നമ്മുടെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു മാസം കൊണ്ട് തന്നെ ഒരു 3-4 കിലോ ഒക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അതുപോലെ ഫുഡും കഴിക്കുക. അപ്പോൾ അതൊരു കാരണവശാലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മസിലിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത് ഫാറ്റൊക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റായിട്ട് നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ഫാറ്റും കുറേയൊക്കെ സ്റ്റോർ ചെയ്യും നിങ്ങളുടെ ശരീരത്തിൽ. പക്ഷേ അതേസമയം നിങ്ങൾ പതുക്കെ കുറച്ച് കലോറി കൊടുത്താണ് ഗെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫാറ്റ് കുറച്ചേ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യത്തുള്ളൂ, ബാക്കി മൊത്തം മസിലായിട്ട് തന്നെ സ്റ്റോർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് 500 മുതൽ 600 ഗ്രാം വരെ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളൊരു എക്സ്പെർട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 100 മുതൽ 200 ഗ്രാം വരെ നിങ്ങൾക്ക് കൂട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഹെൽത്തി ആയിട്ട് ലീൻ ബൾക്കിങ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കുറച്ച് കലോറീസ് നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക നിങ്ങളുടെ ഡയറ്റിലോട്ട്. എങ്ങനെ വേണം ബൾക്ക് ചെയ്യാനായിട്ട് ഡേറ്റ്, അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഇവിടെ ചെക്ക് ചെയ്യുക. അടുത്തത് ഞങ്ങൾ പറയാൻ പോകുന്നത് ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രോ സ്പ്ലിറ്റ് ഒഴിവാക്കണം ഗൈസ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയും കൊണ്ട് നമ്മളിപ്പോൾ ജെന്യൂൻ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഒരു ബോഡി പാർട്ട് ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട്
ഡെഫിനറ്റായിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. ഈ ബിഗിനേഴ്സ് നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ അവിടുത്തെ ട്രെയിനേഴ്സൊക്കെ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിഗിനർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഒന്ന് കളിച്ച് നിങ്ങളൊന്ന് സെറ്റ് ആയിക്കോട്ടെ, എല്ലാം ഒന്ന് വർക്കൗട്ടുകളൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും ഒരുപക്ഷെ അവരങ്ങനെ പറയുന്നത്. പക്ഷേ ഡെഫിനറ്റായിട്ട് നിങ്ങൾ മസിൽ ബിൽഡിങ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഒരാഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും വർക്കൗട്ട് ചെയ്യാതെ പ്രോപ്പർ മസിൽ ബിൽഡിങ് നിങ്ങൾക്ക് നടക്കത്തില്ല. 2 പ്രാവശ്യമെങ്കിലും ട്രെയിൻ ചെയ്തിരിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രസീവ് ഇൻക്രീസ് ആണ് ട്രെയിനിങ്ങിനകത്ത്. ബെഞ്ച് പ്രസ് തന്നെ എടുക്കുക. ബെഞ്ച് പ്രസ് ഒരു 60 കിലോ ഇട്ടാണ് ഈ ആഴ്ച അടിക്കുന്നതെങ്കിൽ, അതായത് 60 കിലോ ഇട്ട് 4 സെറ്റ് വെച്ച് 10 റെപ്പിറ്റീഷൻ വെച്ച് അടിക്കുന്നു. 4 സെറ്റ് 10 റെപ്പിറ്റീഷൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം അടിക്കുമ്പോൾ 4 സെറ്റ് 10 റെപ്പിറ്റീഷൻ തന്നെയാണ് ഞാൻ അടിക്കുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ട് ഒരു 62.5 കിലോ 63 കിലോ ഇട്ട് അടിക്കണം. അങ്ങനെ പ്രോഗ്രസീവായിട്ട് ഇൻക്രീസ് ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമേ നമുക്ക് ഡെഫിനറ്റായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്, ഹൈപ്പർട്രോഫി ട്രെയിനിങ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സ്ട്രെങ്ത്, പക്ഷേ ആക്ച്വലി സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രെങ്തും ഹൈപ്പർട്രോഫി ഒരുമിച്ച് കിടക്കുന്നതാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ മസിൽ ബിൽഡിങ്ങും കൂടും. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് ഇൻക്രീസ് നോക്കുക. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ജിമ്മിൽ കളിച്ച എത്രയാണ്, കഴിഞ്ഞ ആഴ്ച കളിച്ച എത്രയാണ് നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് ഈ ആഴ്ച ചെല്ലുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു 2.5 കിലോ ഇല്ലെങ്കിൽ 3 കിലോ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ സ്ട്രെങ്ത് കൊടുത്തുള്ളൂ. സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ പ്രോപ്പർ മസിൽ ബിൽഡിങ് നടക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ പ്രോപ്പർ ബൾക്കിങ് നടക്കത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് ട്രാക്കിനെ പറ്റിയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമുക്ക് സാധിച്ചില്ലെങ്കിലും നമുക്ക് എല്ലാ ആഴ്ചയിലും നമ്മൾ വെയിറ്റ് നമ്മുടെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെയിങ് മെഷീൻ പോയിട്ട് നിങ്ങൾ വെയിറ്റ് നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾ ഗെയിൻ ചെയ്യാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്നുണ്ടോ എന്ന് നിങ്ങൾ എല്ലാ ആഴ്ചയും ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്നില്ല എന്നുള്ള ഒരു റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡയറ്റിലോട്ട് ഒരു 100 കിലോ കലോറിയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക. എല്ലാ ദിവസവും 100 കലോറി കൂടുതൽ കഴിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ചേഞ്ച് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത്. ബൈ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.